Hello, welcome to Market Discussion of the Day. Today, May 21st, 2025, Wednesday ആണ്. സോ ഇന്ന് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ദിവസത്തെ ക്ലാസ് ആണ്. എല്ലാ ദിവസവും രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ആയിട്ടാണ് നമ്മുടെ ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ബാച്ചിൽ നിങ്ങൾക്ക് കയറാം. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു പോകുന്നു. ഓക്കെ, സോ കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു കലണ്ടർ ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു ന്യൂസും ഇല്ല. ആകപ്പാടെ ഉള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് മാത്രമാണ്. അത് നമ്മളുടെ ഗോൾഡ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന കാര്യത്തിനകത്തൊന്നും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പല ഇപ്പം റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് ഒരു സീസ് ഫയറിനെ കുറിച്ചും അതേപോലെ എന്താ പറയുക നമ്മുടെ ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ സീസ് ഫയറിനെ കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ പല സ്ഥലങ്ങളിലും നടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ന്യൂസുകൾ നടന്നു പോകുന്നുണ്ട്. റഷ്യ ഉക്രൈൻ വാർ വീണ്ടും സീസ് ഫയറിലോട്ട് പോകാനായിട്ട് നീണ്ടു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അത് മനസ്സിലിരുന്നുകൊണ്ട് മാത്രം ട്രേഡിങ്ങിനകത്തോട്ട് ഇറങ്ങുക എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം ഗോൾഡൻ ഡോം എന്ന് പറയുന്ന എന്താ പറയുക, അതൊരു ആക്രമിക്കാനായിട്ടുള്ളൊരു സംഭവമാണോ അല്ലെങ്കിൽ ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഗോൾഡൻ ഡോം എന്ന് പറയുന്നൊരു സംഭവം US ലോഞ്ച് ചെയ്തു. അത് പല രാജ്യങ്ങൾക്കെടുത്തും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും ഒരു വാർ വന്നു കഴിഞ്ഞാൽ അത് ഡിഫെൻസിന് വളരെ അധികം യൂസ്ഫുൾ ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അതൊരു കൺട്രിയെ സേവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. സോ ഇത് ഒരു പ്രോപ്പർ ബിസിനസ് എന്നുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം അത് പല കൺട്രീസിൻ്റെ അടുത്തും അത് മേടിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇതാണ് പൊളിറ്റിക്കൽ സൈഡിൽ നടക്കുന്നത്. ഇത് മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഓക്കെ, നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് JPY ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 140 അവിടെ നിന്ന് സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാനൊരു ഷോർട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 140 അവിടെ 140 എന്ന് പറയുമ്പോൾ 140 അവിടെ വന്ന് നിൽക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ലേ. 140.08 ആ റേഞ്ചിൽ ആണ് മാർക്കറ്റ് വന്ന് നിന്നിട്ടുള്ളത്. ഓക്കെ, അവിടുന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് 144.97 ഓൾമോസ്റ്റ് 80 പിപ്പിൻ്റെ പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് ആ ഒരു ഒറ്റ ട്രേഡിനകത്ത് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം JPYയിൽ. ഓക്കെ, സോ അത് ഭയങ്കര എന്താ പറയുക നല്ലൊരു കാര്യമാണ്, ഭയങ്കര നല്ലൊരു പ്രോഫിറ്റുമാണ് എന്നുള്ളതാണ്. ഇപ്പം ഇനിയും 144 അവിടുന്ന് എനിക്ക് പ്രത്യേകിച്ച് റെക്കമെൻഡേഷനൊന്നും. ഇന്നലെ രാത്രി പിന്നീട് മാർക്കറ്റ് താഴോട്ട് പോയി 144 ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് പോയി 143.60 അവിടെയൊക്കെ തന്നെയാണ് കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഓൾമോസ്റ്റ് 143.58 ആ റേഞ്ചിലാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ പോയ ലോയുടെ താഴെ 143.40 അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 143.40 താഴെ. ഓക്കെ, അപ്പം 144 വീണ്ടും ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ 144 താഴെയായിട്ട് പുതിയ ക്യാൻഡിൽ ഓപ്പൺ ആയാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് 142 പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അത് ഉറപ്പായിട്ടും പോവുകയും ചെയ്യും. ഓക്കെ, അത് നമ്മൾ എന്താ പറയുക, അതുകൊണ്ടിട്ട് 144 മുകളിലായിട്ട് ഇപ്പോൾ 2:30 ക്യാൻഡിൽ, ഇന്ത്യൻ ടൈമിംഗ് 2:30, 10 മണിക്ക് UK ടൈമിങ്ങിനുള്ള ക്യാൻഡിൽ 144 മുകളിലാണെങ്കിൽ നമുക്ക് വീണ്ടും അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് 144 മുകളിലാണ്. ഇന്നലെ ക്ലോസ് ആയ സമയത്ത് 144 മുകളിലാണ്. ഇന്ന് യൂറോപ്പ് സെഷന് മാത്രമാണ് 144 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നുകൊണ്ടിട്ട് നമുക്ക് 2:30 മണിക്ക് ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്ത് 144 മുകളിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബൈ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം 0.3 ലോട്ട് ആ ഒരു കണ്ടീഷനിലായിരിക്കണം ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്.
ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. ടാർഗറ്റ് അധികം വെക്കണ്ട, 145 വരെ, അല്ലെങ്കിൽ ചെറിയൊരു ടാർഗറ്റ്, ഒരു 50 to 60 പിപ്സിൻ്റെ ടാർഗറ്റ് മാത്രം വെച്ചാൽ മതിയാകും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചു പോകുന്നത്. ഇതൊരു ലോങ്ങർ ടേമിലോട്ട് 144 വരെയൊക്കെ എത്തും എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം, യൂറോ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 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 എന്താ പറയുക, ഒരു പർട്ടിക്കുലർ പ്രൈസ് ഉണ്ടല്ലോ, 1.1100 അല്ലേ, 1.100 എന്ന് പറയുന്ന പ്രൈസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉക്രൈൻ റഷ്യ പീസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ഡിലേ ആക്കുന്തോറും അങ്ങോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് നല്ലൊരു ബൈ എടുത്ത് പോകാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത്, വേണം എന്നുള്ള ആൾക്കാർക്ക്. ഓക്കെ, യൂറോയിൽ സെല്ലില്ല, പക്ഷെ എന്നിരുന്നാലും 1.300 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ താഴെയായിട്ടാണ് 10:30 ക്യാൻഡിലെങ്കിൽ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പം, GBP ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, 1.3400 അവിടുന്ന് സെല്ല്. ഓക്കെ, അത് 1.34 വരെ എത്തിയിട്ടില്ല, 1.3325 റേഞ്ചിലൊക്കെ സെല്ലെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് നല്ല ഒരു പ്രോഫിറ്റ്. ഇവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർ, ഇന്നലെതായി ഇവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർ 1.33936. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റാണ് പറഞ്ഞത്. അത് സ്ട്രൈക്ക് പ്രോഫിറ്റ് അടിച്ചിട്ടുമുണ്ട്, വളരെ നല്ല കാര്യമാണത്. ഓക്കെ, വീണ്ടും 10:30 മണിക്ക് 1.3400 താഴെയായിട്ട് മാർക്കറ്റ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഒരു സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പോകാനുള്ളത് എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. ഓക്കെ, അതും ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 to 60 പിപ്സ്, അധികം ലോങ്ങർ ടേമിലോട്ട് നോക്കണ്ട. ഞാൻ പറയും എന്താണ് 1.300 അവിടുന്ന് ബൈ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ 1.300 എത്തുമല്ലോ എന്നും പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കരുത്. GBPയിൽ 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ള കാര്യമാണ്. ഞാൻ ഗോൾഡിനെ കുറിച്ച് ഇത് പറയാറില്ലല്ലോ, ഇത് അങ്ങനെ പോകണം എന്നുള്ളത് കൊണ്ടിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ GBPയിലുള്ളൊരു മെയിൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ടാർഗറ്റ് 1.300 തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 400 പിപ്പ് താഴെ പോകണം എനിക്കറിയാം, പക്ഷേ അത് പോകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വീണ്ടും കറണ്ട് പോയതാണ്. ഓക്കെ, സോ ഇവിടെ അനങ്ങാതിരുന്നാൽ കറണ്ട് പോകും. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, പക്ഷേ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞതാണ്. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു ഫണ്ടമെൻ്റൽ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, UK-യും ഇസ്രയേലും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ UK പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യം, അങ്ങനെ ഒരു വ്യാപാര ബന്ധം തുടർന്നുകൊണ്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ വാർ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഫുഡില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് കൊണ്ടിട്ട് അത് ഹ്യൂമൻ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് UK പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ മാർക്കറ്റിനെ അല്ലെങ്കിൽ GBPയുടെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, കാരണം അത് ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റിയും ആ ഒരു ന്യൂസിനൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ച് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ഗോൾഡ് ആശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നുമില്ല, എവിടെയൊക്കെയോ പോയി നിൽക്കുകയാണ്. 3311. ഇന്നലെ നമ്മൾ ഈ മീറ്റിംഗ് സമയത്ത്, മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് $100 താഴെ 3211 ഓക്കെ, $100 താഴെ 3211. ഇന്ന് നമുക്ക് $100 മുകളിൽ 3311 നിൽക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു പിടിയുമില്ല. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്കൊരു 3280 എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കായിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ.
ഓക്കെ, 3280 to 3330 നമുക്ക് ഇന്നത്തെ റേഞ്ച്, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന റേഞ്ച്. അതിൽ 3315 എന്ന് പറയുന്നത് ഒരു മൈനർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലുമാണ്. 3315 ഉറപ്പായിട്ടും ഒരു മൈനർ സപ്പോർട്ടായിട്ട്, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, നമുക്ക് പ്രോപ്പർ ബൈ എവിടെയാണെന്ന് ചോദിച്ചാൽ 3280 അടുത്താണ് നമുക്കൊരു നല്ലൊരു ബൈ ഒളിഞ്ഞിരിക്കുന്നത്. 3280 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 3270 താഴെയായിട്ട് പക്കാ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളൊരു കാര്യവും കൂടെ ഞാൻ എടുത്ത് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. എന്തായാലും ക്ലാസ്സിന് കയറണം എന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും എനിക്ക് എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പല ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സുകൾ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.